വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച ജി സുധാകരനെതിരെ KUWJ കേരള പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും പ്രസ് ക്ലബ്ബും പ്രതിഷേധിച്ചു. ജി സുധാകരന്റേത് പൊതുപ്രവർത്തകന് ചേരാത്ത ഇടപെടലെന്ന് KUWJ. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അശ്വിൻ, തീർച്ചയായും പ്രതിഷേധാർഹമായൊരു പ്രതികരണം തന്നെയാണ് ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്താണ് KUWJയുടെ പ്രതികരണം? അമൃത, ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് താനും തന്റെ ഭാര്യയുമാണോ സർക്കാർ എന്നുള്ളതായിരുന്നു ജി സുധാകരന്റെ മറു ചോദ്യം. ഒപ്പം അതിന് പിന്നാലെ പല അധിക്ഷേപകരമായ പരാമർശങ്ങളും കുടുംബത്തിനെതിരെ അദ്ദേഹം നടത്തുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരണം തേടി വീട്ടിലെത്തിയ വനിതാ മാധ്യമ പ്രവർത്തക തന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ എത്തി എന്നുള്ളതായിരുന്നു ജി സുധാകരൻ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചത്. അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ അധിക്ഷേപകരവും ഭീഷണി നിറഞ്ഞതുമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്നലെ ജി സുധാകരൻ നടത്തിയത്. ഇതിലാണ് KUWJ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും ആലപ്പുഴ പ്രസ് ക്ലബ്ബും പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജി സുധാകരൻ ഇത് നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടി തന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി തെറ്റാണെന്നും അത് തിരുത്തണമെന്നും ജി സുധാകരനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്ന് പ്രതിഷേധം നേരിട്ട് അറിയിക്കാൻ കൂടിയാണ് KUWJയുടെ തീരുമാനം. ഇന്ന് അദ്ദേഹം നോമിനേഷൻ കൂടി കൊടുക്കുന്ന ദിവസമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മാധ്യമപ്രവർത്തനത്തിന്റെ സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തിനെതിരായ ഭീഷണി കൂടിയാണ് എന്ന് KUWJ ഓർമ്മിപ്പിക്കുകയാണ്. അമൃത. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്നലെ ഒരു പതിവില്ലാത്ത തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി, ജി സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായി. കുറേ നേരത്തെ വാക്കുതർക്കവും ഉണ്ടായിരുന്നു. പലയിടത്തു നിന്നും അത് ശരിയായില്ല എന്ന പ്രതികരണം വന്ന് ഇതിന് പിന്നാലെ ഇപ്പോൾ KUWJയുടെയും പ്രസ് ക്ലബിന്റെയും ഒക്കെ പ്രതിഷേധം സൂചിപ്പിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.